അങ്ങനെ ശിവ തിരിച്ചുപോകുന്ന വഴിക്ക് മിത്ര വീണ്ടും വിളിക്കുന്നു. തന്നെ വന്ന് പിക്ക് ചെയ്യണമെന്ന് അവൾ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ ശിവ അവളെ കൂട്ടാൻ തിരിച്ചു ചെന്നു. നാട്ടിലേക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ഉറപ്പായതോടെ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ തന്നെ നിൽക്കാമെന്ന് മിത്ര തീരുമാനിച്ചു. അങ്ങനെ ശിവ അവളെ പഴയ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. യാത്രയ്ക്ക് അവൾ പണം നൽകിയെങ്കിലും ശിവ അത് വാങ്ങിയില്ല. പക്ഷെ മിത്ര ഹോസ്റ്റലിൽ ചെന്നപ്പോൾ സംഗതി പാളി. അവൾ താമസിച്ചിരുന്ന മുറിയിൽ അപ്പോഴേക്കും വേറെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ വേറെ ഹോസ്റ്റൽ കണ്ടുപിടിക്കാതെ വഴിയില്ലെന്ന് മനസ്സിലായ മിത്ര വീണ്ടും ശിവനെ വിളിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് പുതിയൊരു താമസസ്ഥലം കണ്ടുപിടിച്ചു തരണം എന്ന് അവൾ ശിവയോട് ആവശ്യപ്പെട്ടു. ഇന്ന് ഫുൾ ടൈം എന്റെ കൂടെ ഒരു റൂം കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ അതിനുള്ള പണം തരാം എന്നും മിത്ര അവനോട് പറഞ്ഞു. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ശിവ അതിന് സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി കുറെ ഹോസ്റ്റലുകൾ കയറിയിറങ്ങി. പക്ഷെ ഒരിടത്തും ഒരു റൂം ഒഴിവില്ല. രാത്രിയായിട്ടും ഒരിടത്തും സ്ഥലം കിട്ടാതായപ്പോൾ മിത്ര ആകെ വല്ലാതെയായി. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ പറഞ്ഞു, 10,000 രൂപയായാലും സാരമില്ല, എങ്ങനെയെങ്കിലും എനിക്കൊരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. 10,000 രൂപയുടെ കാര്യം കേട്ടതും ശിവ പതുക്കെ ചോദിച്ചു, നീ എന്റെ റൂമിലേക്ക് വരുന്നോ? ഇത് കേട്ടതും മിത്രയ്ക്ക് ആകെ ദേഷ്യം വന്നു. ശിവ തന്നെ മോശമായ രീതിയിൽ നോക്കുകയാണെന്ന് കരുതി അവൾ അവനെ സംശയിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകാൻ തുടങ്ങിയ മിത്രയെ ശിവ തടഞ്ഞു നിർത്തി. അയ്യോ, നീ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് റൂം ഷെയർ ചെയ്ത് താമസിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും മിത്രയ്ക്ക് അത് അത്ര ശരിയായി തോന്നിയില്ല. അപ്പോൾ ശിവകാര്യം വ്യക്തമാക്കി, ഞാൻ സാധാരണ ടെറസിലാണ് ഉറങ്ങാറുള്ളത്. പിന്നെ രാവിലെ പോയാൽ രാത്രി മാത്രമേ ഞാൻ റൂമിലേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് നിനക്കവിടെ ധൈര്യമായി നിൽക്കാം. അങ്ങനെ ആലോചിച്ചപ്പോൾ മിത്രയ്ക്കതിൽ തെറ്റൊന്നും തോന്നിയില്ല. അവൾ ആ ഓഫർ സമ്മതിച്ചു. ശിവ അവളെ അവന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തന്റെ റൂം അവൾക്ക് വിട്ടുകൊടുത്തിട്ട് പറഞ്ഞതുപോലെ തന്നെ ശിവ കിടക്കാൻ വേണ്ടി ടെറസിലേക്ക് പോയി.